റേഞ്ചിൽ നമ്മൾ ഒരു മെറ്റാലിക് ബോഡി വെക്കുമ്പോൾ ഇത് വർക്കാവണം, റിലേ വർക്കാവണം. റിലേ വർക്കാകുന്ന വഴി ഇൻഡിക്കേറ്റർ കത്തണം. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് സെൻസറിനെ കുറിച്ചാണ്. ഒന്ന് NPN, രണ്ടാമത്തത് PNP. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ 2 സെൻസർ ഉണ്ട്. ഇതിലൊന്ന് NPN, ഒന്ന് PNP ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് ലാബിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ലാബിൽ ഇവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ കാണാം, ഇവിടെ ഇതിൽ NPN എഴുതിയിട്ടുണ്ട്, NPN NO എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇതിൽ PNP NO എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇത് PNP ആണ്, ഇത് NPN ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാനുഫാക്ചറിങ് ലാബിൽ തന്നെ നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു 3 വയർ ടൈപ്പ് ഓഫ് സെൻസറാണ്. ഈ PNP ആയാലും NPN ആയാലും 3 വയർ ടൈപ്പ് ഓഫ് സെൻസറാണ്. ഇത് 4 വയർ വരുന്നതുണ്ട്. 4 വയർ എന്ന് പറയുമ്പോൾ നമുക്ക് NC കോൺടാക്റ്റും കൂടി കിട്ടും. 4 വയർ ആകുമ്പോൾ ഇത് NO കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 വയർ സെൻസറാണ്. NPN-ഉം PNP-യും 3 വയർ സെൻസറാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിൻ്റെ 3 വയർ നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് വയർ നോക്കാം. ഇതിൽ ബ്രൗൺ വയറുണ്ട്, ബ്ലൂ വയറുണ്ട്, അതേപോലെ ബ്ലാക്ക് ഉണ്ട്. ഈ ബ്രൗണ് ബ്ലൂ എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്ലൈ ആണ്, സപ്ലൈ വോൾട്ടേജ് ആണ്. ബ്രൗണിൽ പോസിറ്റീവ്, ബ്ലൂവിൽ നെഗറ്റീവ്. ഇതൊരു സ്റ്റാൻഡേർഡ് കളർ കോഡാണ്. ഇനി അഥവാ കളർ കോഡ് മാറ്റുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽ ലാബിൽ നമുക്ക് കാണാം, ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് നമുക്ക് കാണാം. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇവിടെ, കണ്ടോ. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇതിൽ ബ്രൗൺ ആണ്, നിങ്ങൾ കാണുന്നുണ്ടോ. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ ചൈനീസിലാണ് എഴുതിയത്. ഇത് പോസിറ്റീവ് ഇത് ബ്രൗണിലാണ് വരുന്നത്, നെഗറ്റീവ് ബ്ലൂവിലാണ് വരുന്നത്. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് കളറാണ്. ഓക്കെ, അപ്പം NPN എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ബ്ലാക്ക് ഔട്ട്പുട്ടാണ്. ഓക്കെ, NPN എന്ന് പറയുമ്പം ഈ ബ്ലാക്കിൽ നമുക്ക് നെഗറ്റീവാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് PNP എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് ബ്ലാക്കിൽ കിട്ടുന്നത് പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാം. NPN എന്ന് പറയുമ്പം ആദ്യത്തെ അക്ഷരം N ആണ്, അതുകൊണ്ട് NPയിൽ നമുക്ക് ഔട്ട്പുട്ട് N ആണ്, നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. അതേപോലെ PNPയിലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ്. ഇതാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്ക് ബ്രൗണിലും ബ്ലൂവിലും നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യും, DC വോൾട്ടേജ് സപ്ലൈ ചെയ്യും. ഇതിൽ DC വോൾട്ടേജ് മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ റേഞ്ച് ഇവർ തന്നിട്ടുണ്ട് ഇവിടെ. ഈ കേസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും 0 to 6 to 36 വോൾട്ട് DC. അതാണ് ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച്, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് റേഞ്ച് അതാണ്. ഇതിൽ DC മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. ഞാൻ ഓൾറെഡി 2 വയർ സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ ചെയ്തിട്ടുണ്ട്. അത് ഇൻഡക്റ്റീവ് സെൻസർ തന്നെ, അത് 2 വയർ സെൻസറാണ്. അതിൽ നമുക്ക് AC DC എന്തും കൊടുക്കാം. അതിൽ ഇതേപോലെ പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് അല്ല നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, പോസിറ്റീവ് മാത്രമാണ് നമ്മൾ എടുത്തിട്ട് ലൂപ്പിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ 2 വയർ സെൻസറിൻ്റെ വയറിങ് അറിയാത്തവർ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ അതിൽ കയറിയിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 4 mm ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അതായത് 4 mm ഇതിൻ്റെ പ്രോക്സിമിറ്റിയിൽ വരുന്ന ഏത് മെറ്റൽ ഒബ്ജക്റ്റിനും ഇത് ഡിറ്റക്ട് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് തരുന്നതാണ്. അപ്പോൾ NPN നമുക്ക് ഞാൻ പറഞ്ഞു, NPN നെഗറ്റീവ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, PNP പോസിറ്റീവ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NPN PNP തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഞാനൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. എങ്ങനെയാണ് PNP NPN ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നിങ്ങൾ സിംബോളിക് ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഡയഗ്രാം വരച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിംബോളിക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് സെൻസറാണ്. സെൻസർ നമ്മൾ ഇങ്ങനെയാണ് സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതാണ് പോസിറ്റീവ്, അത് ബ്രൗൺ ആണ്. ഓക്കെ, ബ്രൗൺ വയറാണ്. അതേപോലെ നെഗറ്റീവ്, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് ബ്ലൂ ആണ്, ബ്ലൂ. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ PLCയിലൊക്കെ വയറിങ് ചെയ്യുമ്പം ഈ NPN നമ്മൾ സിങ്കിങ് സെൻസർ എന്നാണ് പറയുന്നത്. അതേപോലെ പിന്നെ PNP-നെ സോഴ്സിങ്, അതായത് പോസിറ്റീവ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നതിനെ സോഴ്സിംഗ് എന്നും അതേപോലെ നെഗറ്റീവ് ഔട്ട്പുട്ട് വരുന്നതിനെ സിങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ PLCയിലൊക്കെ വയറിങ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. PLCയിൽ വയറിങ് ചെയ്യുമ്പം അത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വയറിങ് ചെയ്യുമ്പോൾ PLCയിൽ വയറിങ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ തന്നു കഴിഞ്ഞാൽ അത് PNP ആണോ NPN ആണോ എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് വയറാണ്. ഔട്ട്പുട്ട് ഒരു
ഈ ഒരു രീതിയിലാണ് ഔട്ട്പുട്ട്. ഇത് ലോഡാണ്, ഇത് ലോഡ്. അതായത് ഇത് റിലേൻ്റെ കോയിലാവാം, അല്ലെങ്കിൽ കോൺടാക്ടറിൻ്റെ നോർമലി റിലേ കോയിലാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിൽ ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ബ്രൗണിലാണ്, ഈ പോസിറ്റീവിനാണ് ലോഡിൻ്റെ അതർ എൻഡ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ ഇത് PNP ആണോ NPN ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇൻ്റർവ്യൂവിനൊക്കെ ചിലപ്പം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്മൾ ഓൾറെഡി ലോഡിൻ്റെ, അതായത് റിലേ കോയിലിൻ്റെ ഒരു എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താണ്? ഔട്ട്പുട്ട് വരേണ്ടത് നെഗറ്റീവാണ് ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ഔട്ട്പുട്ട് വരുന്നതിന് നമ്മൾ എന്താ പറയുക? NPN. അപ്പോൾ ഇതൊരു NPN എന്താണ് സെൻസറിൻ്റെ ഡയഗ്രാം. ഓക്കെ, ഇനി PNP ആകുമ്പോൾ അതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ഇത് വരയ്ക്കുന്നു, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പം ഇത് നമ്മൾ സെൻസറിൻ്റെ സിമ്പിൾ കൊടുത്ത് ഇത് നമുക്ക് ബ്രൗണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ബ്ലൂ. ഓക്കെ, ഇനി ഇവിടെ ബ്ലാക്ക് വരും, ഇത് ലോഡ് വരും, ഇത് ബ്ലാക്കാണ് ലോഡ്. ഇപ്പോൾ ലോഡിൽ നമ്മൾ ഇത് നെഗറ്റീവിലേക്കാണ് ലോഡ് കൊടുത്തതെങ്കിൽ ഇങ്ങനെയാണ് ഡയഗ്രാം എങ്കിൽ ഇത് ലോഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഡയഗ്രാം എങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്? ഇത് പോസിറ്റീവാണ് ഔട്ട്പുട്ട് വരേണ്ടത്, എന്നാലും ലോഡ് വർക്ക് ചെയ്യുള്ളൂ. റിലേൻ്റെ ഒന്നിൽ നെഗറ്റീവ് കിട്ടി, ഇനി പോസിറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഔട്ട്പുട്ടാണ് ഈ റിലേ, ഈ ഒരു സെൻസർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് എന്താ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഇത് PNP സെൻസറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു സിംബോളിക് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് NPN ആണോ PNP ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നേരെ വയറിങ് എങ്ങനെയാണ് ലോഡിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ വയറിങ് ചെയ്യാം. ഞാൻ NPN ആണ് എടുത്തത്, ഇവിടെ കാണുന്നുണ്ടാവും. NPN സെൻസറാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഇവിടെ 24 വോൾട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് 24 വോൾട്ടിൻ്റെ പോസിറ്റീവാണ്, പോസിറ്റീവ് 24 വോൾട്ടാണ്. ഇത് 0 വോൾട്ടാണ്. ഓക്കെ, 24 വോൾട്ടിൻ്റെ പോസിറ്റീവ് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെർമിനൽ കംപ്ലീറ്റ് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ ന്യൂട്രൽ കംപ്ലീറ്റ് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വയറിങ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെയൊക്കെയുള്ള സപ്ലൈ കൊടുക്കാം. സപ്ലൈ എന്ന് പറയുന്നത് ബ്രൗണിൽ പോസിറ്റീവും ബ്ലൂവിൽ നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവ് നമ്മൾ ബ്രൗണ് കൊടുക്കുകയാണ്, കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂ നമ്മൾ നെഗറ്റീവിൽ കൊടുക്കുകയാണ്. ബ്ലൂ നെഗറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഔട്ട്പുട്ടും നമുക്ക് NPN ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഞാൻ കോയിലിൻ്റെ, ഈ റിലേൻ്റെ കോയിലിൻ്റെ ഒരു സൈഡിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ അറേഞ്ച് ഇങ്ങോട്ട് അടുപ്പിക്കുകയാണ്. അപ്പം നെഗറ്റീവ് ഞാൻ റിലേൻ്റെ കോയിലിൻ്റെ ഒരു എൻഡിൽ കൊടുക്കുകയാണ്. ഈ രണ്ട് എൻഡ് എന്ന് പറയുന്നത് പിന്നെ ഈ രണ്ടെണ്ണം A2, ഇത് A1 ആണ്. ഇപ്പോൾ ഞാൻ A2 കൊടുക്കുകയാണ്. A2 A1 എവിടെ വേണേൽ കൊടുക്കാം, പക്ഷെ ഞാനിവിടെ A1 A2 കൊടുക്കുന്നത്. ഓക്കെ, NPNൻ്റെ ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പോസിറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നെഗറ്റീവ് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പോസിറ്റീവ് വരണം. പോസിറ്റീവ് നമ്മൾ സെയിം സപ്ലൈൻ്റെ കൺട്രോൾ വോൾട്ടിൻ്റെ സെയിം പോസിറ്റീവാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ആ കണക്ഷൻ കൂടി ചെയ്യാം. അപ്പം സെൻസറിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനത് കൂടാതെ ഒരു ലാമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ലാമ്പിനെ ഇത് സ്വിച്ച് ചെയ്യുന്ന വഴി ലാമ്പിനെ ഓൺ ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ വയറിങ് ചെയ്തത്. അതായത് ഞാനൊരു ഫേസ് എടുത്തിട്ടുണ്ട് 220-ൻ്റെ ഈ കളറിലെ, നിങ്ങൾ കാണുന്നുണ്ടോ ഈ കളറ് വയർ. 220 ഞാൻ ബ്രേക്കർ ത്രൂ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നോർമലി ഓപ്പൺ വഴി, ഈ റിലേൻ്റെ നോർമലി ഓപ്പൺ വഴി ഞാൻ ഇൻഡിക്കേറ്ററിലും എടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ അതർ എൻഡ് ഞാൻ ന്യൂട്രലായിട്ട്, ഇത് 220 ആണ്, ഈ കളറുള്ള 220 ആണ്. ഈ 220-നെ ഞാൻ 220 ന്യൂട്രൽ ഞാനിവിടെ അത് രണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിലേ ഓണായി കഴിയുമ്പം ഈ 220 ഇതിലിങ്ങനെ പാസ് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ പവർ ഓണാക്കി നോക്കാം. ഇത് ഒരു 4 mm റേഞ്ചിൽ നമ്മൾ ഒരു മെറ്റാലിക് ബോഡി വെക്കുമ്പം ഇത് വർക്കാവണം, റിലേ വർക്കാവണം. റിലേ വർക്കാവുന്ന വഴി ഇൻഡിക്കേറ്റർ കത്തണം. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, പവർ ഓൺ ചെയ്തിട്ടുണ്ട്. 220 ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ പ്രോക്സിമിറ്റിയിൽ ഈ സെൻസറിൻ്റെ NPN സെൻസറിൻ്റെ പ്രോക്സിമിറ്റിയിൽ ഒരു മെറ്റാലിക് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ റിലേ ഓൺ ആവണം, അതുവഴി ഇൻഡിക്കേറ്റർ കത്തണം. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു NPN നമ്മൾ വയറിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് PNP എങ്ങനെ വയറിങ് ചെയ്യാൻ നോക്കാം. PNP വയറിങ് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് പോസിറ്റീവാണ്. അതനുസരിച്ച് നമുക്ക് റിലേയിൽ നെഗറ്റീവ് സപ്ലൈ കൊടുക്കണം. ഇവിടെ നമ്മൾ പോസിറ്റീവാണ് റിലേയിലേക്ക് കൊടുത്തത്, അതിന് പകരം നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ നമുക്ക് PNPൻ്റെ വയറിങ് കൂടി ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ PNP ഉള്ളത്, PNP വിത്ത് നോർമലി ഓപ്പൺ. അപ്പം വയറിങ് ചെയ്യാം. വയറിങ് എന്ന് പറയുമ്പോൾ ബ്ലൂവും ബ്രൗണും പോസിറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ പോസിറ്റീവ് ബ്രൗണിൽ കൊടുത്ത്, അതേപോലെ അതിൻ്റെ ബ്ലൂ ഞാൻ ബ്രൗണും ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് PNPയിൽ അറിയാം നമുക്ക് കിട്ടുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇത് പോസിറ്റീവാണ്, ലൂസ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് NPN നെഗറ്റീവ് വേണ്ടിയിരുന്നത്, ഇതിൽ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ പോസിറ്റീവ് ഞാൻ റിലേൻ്റെ A2ൽ കൊടുത്ത്. ഓക്കെ, അപ്പം ഇനി ഈ റിലേനെ വർക്ക് ചെയ്യിക്കാൻ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വേണം. അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഈ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മുന്നേ NPNൽ കൊടുത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദൂരിയിട്ട് ഇത് നൂരിയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് പോസിറ്റീവ് ഓൾറെഡി ഔട്ട് വരുന്നുണ്ട് PNPൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഇതിനെ നെഗറ്റീവിൽ കൊടുക്കുകയാണ്, നെഗറ്റീവ് സപ്ലൈ ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഇത് ഞാൻ നെഗറ്റീവിൽ കൊടുത്ത്, അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്, പവർ സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്, 220 ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ സെൻസറാണ്. അപ്പോൾ ഞാൻ ഇതിന് പ്രോക്സിമിറ്റിയിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ PNPൻ്റെ പ്രോക്സിമിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് PNP NPN നമ്മൾ വയറിങ് ചെയ്യേണ്ടത്. ഇത് 3 വയറാണ്, ചിലത് 4 വയർ ഉണ്ടാവും. നമുക്ക് ഇതിൽ NO മാത്രമാണ് ഔട്ട്പുട്ട് ഉള്ളത്, NC ഔട്ട്പുട്ട് ഉള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ഇനി 2 വയറിൻ്റെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വയർ പ്രോക്സിമിറ്റി സെൻസറിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തൊരു ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. PNP NPN എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിനെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതേപോലെ സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു PNP NPN നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ.